വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വീരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വീരിക്കും. ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. സഹോദരങ്ങളെ, 2017 ആണ്ട് ചരിത്രത്തിലെ ഒരു നിർണായകമായ വർഷമാണ്, നിർണായകമായ സമയമാണ്. 2017 ആണ്ടിലാണ് 3 പ്രധാനപ്പെട്ട ജൂബിലി വർഷങ്ങൾ നമ്മൾ ആചരിക്കുന്നത്. ഒന്നാമതായി 500 വർഷങ്ങൾക്ക് മുമ്പ് തിരുസഭയുടെ മാറ് പിളർക്കുന്ന ചരിത്രത്തിലെ ഏറ്റവും വേദനാജനകമായ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിലൂടെ സഭ രണ്ടായും അതിൽ പരമായും ഛിന്ന ഭിന്നമാകുന്നത്. രണ്ടാമത് 2 ലോകമഹായുദ്ധങ്ങളിലൂടെ തകർന്ന ലോകത്തെ സമുദ്ധരിക്കാൻ, ലോകത്തെ വീണ്ടെടുക്കാൻ ഇനി എന്ത് ചെയ്യണം എന്നോർത്തുകൊണ്ട് വ്യാകുലപ്പെടുകയും വേദനിക്കുകയും ചെയ്തവർക്ക് മുമ്പിൽ അമ്മ മറിയം ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തങ്ങൾക്ക് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് പ്രഖ്യാപിച്ചതിൻ്റെ 100ാമത്തെ വർഷമാണ് 2017 ആണ്ട്. മൂന്നാമതായി സഭയിൽ ഒരു വസന്തത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് അമേരിക്കയിലെ പിറ്റ്സ്ബർഗിന് സമീപമുള്ള ഡുക്കെയിൻ യൂണിവേഴ്സിറ്റിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന 14-15 യുവതിയുവാക്കളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇടപെടലുണ്ടായി. കരിസ്മാറ്റിക് നവീകരണം ആരംഭിച്ചതിൻ്റെ ഗോൾഡൻ ജൂബിലി 50ാം വർഷവുമാണ് 2017 ആണ്ട്. ചേർന്നൊന്ന് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 3 പ്രത്യേകതകൾ 2017 ആണ്ടിൽ സമഞ്ജസമായി മേളിക്കുമ്പോൾ നമ്മൾ ഉള്ളിൽ സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പങ്കുവെക്കാം എന്നാണ് കരുതുന്നത്. 500 വർഷങ്ങൾക്ക് മുമ്പാണ് ജർമ്മനിയിലെ ഹിറ്റ്സ്ബർഗ് എന്ന് പറയുന്നുള്ള ഒരു സ്ഥലത്തുള്ള ദേവാലയത്തിൽ, കത്തീഡ്രൽ ദേവാലയത്തിൽ മാർട്ടിൻ ലൂതർ എന്ന അഗസ്റ്റീനിയൻ സന്യാസി, ഏറെ വിദ്യാഭ്യാസമുള്ളവൻ, ഏറെ സഭയെ സ്നേഹിക്കുന്നവൻ, സഭയോട് ചേർന്ന് ചിന്തിക്കുന്ന വ്യക്തി, സഭയ്ക്കെതിരെ 95 തീസസ് പഠനങ്ങൾ അവിടെയുള്ള പ്രധാനപ്പെട്ട ദേവാലയത്തിൻ്റെ കവാടത്തിൽ പ്രധാനപ്പെട്ട ഡോറിൽ കൊണ്ടുവന്ന് ഒട്ടിച്ചു വയ്ക്കുന്നത്. ഇത് അദ്ദേഹം സഭയെ വെറുക്കുന്നത് കൊണ്ടുണ്ടായതല്ല, സഭയെ ഛിന്ന ഭിന്നമാക്കണം എന്ന് കരുതിക്കൊണ്ട് ചെയ്തതല്ല, സഭയെ നവീകരിക്കണം എന്നുള്ള ആലോചനയുടെ ഭാഗമായി ചെയ്തത് തന്നെയാണ്. ഇതുകൊണ്ട് തന്നെയാണ് 2016 ആണ്ട് ഒക്ടോബർ മാസത്തിൽ ലൂതറൻ മീറ്റിങ്ങിൽ പോയി അഭിവന്ദ്യനായ പോപ്പ് ഫ്രാൻസിസ് പിതാവ് സംസാരിച്ചു. മാർട്ടിൻ ലൂതർ നല്ല ഉദ്ദേശത്തോടു കൂടി 500 വർഷങ്ങൾക്ക് മുമ്പ്
ഹിറ്റ്സ്ബർഗിലെ ദേവാലയത്തിൽ 95 തീസസിൻ്റെ പേപ്പറുകൾ ഒട്ടിച്ചു വെച്ചുവെന്ന് പറഞ്ഞത്. നവീകരിക്കപ്പെടണം, സഭ ഏറെ ശിഥിലമാകുന്നുവെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് സന്യാസികളും സന്യാസിനികളും ഈ സഭയിൽ ഏതെങ്കിലും വിധത്തിലുള്ള നവീകരണം സാധ്യമായേ മതിയാകൂ എന്നവർ ചിന്തിച്ചു. അവർ പ്രാർത്ഥിച്ചു, അവർ ആലോചന നടത്തി, അവർ യുക്തിവിചാരങ്ങൾ നടത്തി. ഇങ്ങനെ ഇരിക്കുന്ന നേരത്താണ് മാർട്ടിൻ ലൂതർ കിങ് എന്നുള്ള അഗസ്റ്റീനിയൻ സന്യാസിക്ക് തോന്നുന്നത് സഭയിൽ ഏറെ വിവേചനങ്ങളുണ്ട്, സഭയിൽ ഏറെ അന്തചിത്രങ്ങളുണ്ട്, മനുഷ്യർ ഒരുപാട് സ്വത്തിൻ്റെ പിറകെ പിന്നാലെ പോകുന്നുണ്ട്, വിശുദ്ധി കാത്തു സൂക്ഷിക്കാതെ ജീവിക്കുന്നവരുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും ഈ സഭാ സംവിധാനത്തിൽ ഉണ്ടായേ മതിയാകൂ. ഇങ്ങനെ നല്ല ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ച് ഈ പഠനങ്ങൾ ജർമ്മനിയിൽ പ്രബലമാക്കാൻ തുടങ്ങി. പോകുന്ന സമയത്താണ് പിതാക്കന്മാർ മാർട്ടിൻ ലൂതറിനെ വിളിച്ച് 2-3 പ്രാവശ്യം വാണിങ്ങുകൾ കൊടുത്തു. കാരണം അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധി നന്നായിരുന്നുവെങ്കിലും അതിൻ്റെ മാർഗം വളരെ മോശപ്പെട്ടതായിരുന്നു. ജർമ്മനിയിൽ അക്കാലത്തുള്ള പ്രധാനപ്പെട്ട രാജാക്കന്മാരോടും നേതാക്കന്മാരോടും കൂട്ടുപിടിച്ചുകൊണ്ട് വളരെ പൊളിറ്റിക്കലായി കൂടി സഭയ്ക്കെതിരെ തിരിയുന്ന ഒരു സംവിധാനമായി പ്രൊട്ടസ്റ്റൻ്റ് മുന്നേറ്റം മാറ്റം ചെയ്യപ്പെട്ടു. ഇതിൻ്റെ പരിണിത ഫലം എന്തായിരുന്നു? പരിണിത ഫലം കത്തോലിക്ക തിരുസഭ എന്ന് പറയുന്നത് 2ആയി വിഭജിക്കുകയല്ല, ആയിരക്കണക്കിന് സഭകളായി സഭയിൽ നിന്ന് വിഭിന്നമായി പോയ പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ മാറി. ഏതാണ്ട് 33,000-ലധികം സഭകളായി വിവിധങ്ങളായ പ്രൊട്ടസ്റ്റൻ്റ് സമൂഹങ്ങൾ രൂപം കൊള്ളാൻ തുടങ്ങി. ഇത് സഭാമാതാവിന് ഏറെ വേദനയുള്ള കാര്യമാണ്. കാരണം ഒരേ ഇടയനും ഒരേ യജഗണവുമായി ദൈവമക്കൾ ഒരുമിച്ച് ചേരണമെന്നുള്ളത് തന്നെയാണ് സഭയുടെയും ഏറ്റവും വലിയ ഇടയനായ കർത്താവിൻ്റെയും ആഗ്രഹം. ചേർന്നൊന്ന് പറഞ്ഞേൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതാനും 2 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ ഹ്യൂസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഏതാനും ബിഷപ്പുമാർ, പ്രത്യേകിച്ചും ആംഗ്ലിക്കൻ സഭയിലെ ബിഷപ്പുമാർ, വിവിധങ്ങളായ പ്രൊട്ടസ്റ്റൻ്റ് സമൂഹങ്ങളിലെ ബിഷപ്പുമാർ ഒരുമിച്ച് കൂടി. ഈ ഒരുമിച്ച് കൂടുന്നതിൻ്റെ ഇടയിൽ ബിഷപ്പ് പാമർ എന്ന് പറയുന്ന ഒരു ബിഷപ്പിന്, അദ്ദേഹം സദേൺ ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ ഒരു ബിഷപ്പാണ്, ആ ബിഷപ്പിനൊരു തോന്നൽ, ആഗ്രഹം, ഫ്രാൻസിസ് മാർപ്പാപ്പ ഏറെ സ്വീകാര്യനായ മാർപ്പാപ്പയാണ്, ഈ മാർപ്പാപ്പയുടെ ഒരാശീർവാദവും പ്രാർത്ഥനയും ഞങ്ങളുടെ പ്രൊട്ടസ്റ്റൻ്റ് പിതാക്കന്മാരുടെയും നേതാക്കന്മാരുടെയും പാസ്റ്റേഴ്സിൻ്റെ സമ്മേളനത്തിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് 3000-ലധികം പേർ ഹ്യൂസ്റ്റൺ പട്ടണത്തിലെ പ്രധാനപ്പെട്ട ഒരു ഓഡിറ്റോറിയത്തിൽ ഒരുമിച്ച് കൂടിയപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ അവിടെ നിന്ന് ലൈവായി, വാറ്റിക്കാനിൽ നിന്ന് ലൈവായി അദ്ദേഹത്തിൻ്റെ ആശീർവാദവും ഉപദേശവും പ്രൊട്ടസ്റ്റൻ്റ് പാസ്റ്റേഴ്സിനും ആംഗ്ലിക്കൻ ബിഷപ്പുമാർക്കും അകത്തോലിക്ക സഭയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കും കൊടുത്തു. ഉപദേശം കൊടുത്തത് ഇങ്ങനെയാണ്: നമ്മളെല്ലാവരും ആരാധിക്കുന്നത്, നമ്മളെല്ലാവരും ചേർത്ത് പിടിക്കുന്നത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുകയും ഉത്ഥാനം ചെയ്യുകയും വീണ്ടും മടങ്ങി വരികയും ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്ന കർത്താവിനെ തന്നെയാണ്. പക്ഷേ നമ്മുടെ പ്രഭാഷണങ്ങളിൽ വ്യത്യാസമുണ്ട്, ദേശങ്ങൾക്ക് വ്യത്യാസമുണ്ട്, നമ്മൾ കൊടുക്കുന്ന ഫോക്കസിന് വ്യത്യാസമുണ്ട്, സംസ്കാരങ്ങളിൽ വ്യത്യാസമുണ്ട്. എന്നാലും നമ്മളെല്ലാവരും പ്രസംഗിക്കുന്നത് ക്രൂശിക്കപ്പെട്ട കർത്താവിനെ തന്നെ. ഇത് പറഞ്ഞ് ആശീർവാദം കൊടുക്കുന്നതിന് മുമ്പേ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി കൂട്ടിച്ചേർത്തത് എങ്ങനെയാണ്? സഭാമാതാവ് ഏതാണ്ട് 1500 വർഷത്തോളം വലിയൊരു തറവാട്ടിൽ സന്തോഷത്തോടെ മക്കളുടെ മക്കളുമായി ഒരുമിച്ച് ചേർന്ന് ഉല്ലസിച്ച് നടക്കുകയായിരുന്നു. എന്നാൽ ഈ സഭാമാതാവിൻ്റെ മാറ് പിളർക്കുമാറ് അവളുടെ നെഞ്ചിൽ ചവിട്ടി 500 വർഷങ്ങൾക്ക് മുമ്പ് ഏതാനും മക്കളെ ഇറങ്ങിപ്പോയി. ഇത് ഈ അമ്മയ്ക്ക് ഏറെ വിഷമമുള്ള കാര്യമാണ്. ഇന്നും ഈ അമ്മയിലേക്ക് നിങ്ങൾ സൂക്ഷിച്ചു നോക്കാമെങ്കിൽ, ഇന്നും ഈ അമ്മ സ്ഥിതി ചെയ്യുന്ന വത്തിക്കാനിലേക്ക് നിങ്ങൾ തുറച്ചു നോക്കാമെങ്കിൽ, അവിടെ ഈ അമ്മ നെഞ്ചു പിളർക്കെ കരയുന്നുണ്ട്, മക്കളെ നിങ്ങൾ തിരിച്ചു വരണമെന്ന് പറഞ്ഞ്. വാതിൽ തുറന്നിട്ട് കാത്തിരിക്കുന്നുണ്ട്, നിങ്ങൾ തിരിച്ചു വരണമെന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് എൻ്റെ ഏറ്റവും വലിയ നിർദ്ദേശവും പ്രാർത്ഥനയും ഇതാണ്:
മടങ്ങിപ്പോയ എൻ്റെ മക്കളെല്ലാവരും ഒരുമിച്ച് കൂടി കർത്താവിന് നമ്മൾ ഒന്നു ചേർന്ന് ഒരു ഇടയനും ഒരു ആട്ടിൻ പറ്റവുമാണ് എന്ന് മറ്റ് മതവിശ്വാസികൾക്ക്, സമൂഹങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ നമുക്ക് കരങ്ങൾ കോർക്കേണ്ട ആവശ്യമുണ്ട്. വലതുകരം ഉയർത്തുന്നു പറഞ്ഞേൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, നമ്മൾ സ്വപ്നം കാണുന്നതും നമ്മൾ പ്രാർത്ഥിക്കുന്നതും നമ്മൾ ആലോചിക്കുന്നതും ലിറ്റർജി ക്രമങ്ങളിൽ നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കുന്നതും ഈ ഒന്നിപ്പിന് വേണ്ടിയിട്ടാണ്. സഭാ സംവിധാനങ്ങൾ, സഭകളുടെ ശുശ്രൂഷകൾ ഒന്നിക്കാതെ ദൈവ ശുശ്രൂഷകൾ അധികമായി മുന്നോട്ട് പോവുക സാധ്യമല്ല എന്ന് നമുക്കറിയാം. 500 വർഷങ്ങൾക്ക് മുമ്പ് പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം നടക്കുന്ന സമയത്ത് സഭയെ ഏറെ ഡിഫെൻഡ് ചെയ്ത, പ്രൊട്ടക്റ്റ് ചെയ്ത ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഹെൻറി 8 എന്നാണ്. അദ്ദേഹം രാജാവായിരുന്നു. അന്ന് അദ്ദേഹം ഇംഗ്ലണ്ടിലെ രാജാവാണ്. പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം നടക്കുന്ന സമയത്ത് ഇദ്ദേഹം കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി നിലകൊണ്ടു. കത്തോലിക്ക സഭയെ പരിരക്ഷിക്കാൻ വേണ്ടി പഠനങ്ങൾ ഇറക്കി. അതിനാവശ്യമാകുന്ന സകല ബലവും സഭയ്ക്ക് കൊടുത്തു. ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ ലിയോ 10 മാർപ്പാപ്പ ഡിഫൻഡർ ഓഫ് ഫെയ്ത്ത് എന്ന് പറഞ്ഞ് കത്തോലിക്ക സഭയിൽ ഹെൻറി 8 രാജാവിന് ഒരു പ്രത്യേകമായ സ്ഥാനവും ഒരു കിരീടവും കൊടുത്തു. എന്നാൽ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 1538 ആയപ്പോഴത്തേനും ഹെൻറി 8 രാജാവിന് ഒരാഗ്രഹം. തൻ്റെ ഭാര്യയായ ആനിബോളിനെ ഡിവോഴ്സ് ചെയ്ത് കാതറിനെ വിവാഹം കഴിക്കണം. അപ്പോൾ ഒരാൾ ജീവിച്ചിരിക്കെ മറ്റൊരാളെ വിവാഹം ചെയ്യുക സഭ അംഗീകരിക്കുന്നതല്ല, വചനം അംഗീകരിക്കുന്നതല്ല. അപ്പോൾ വത്തിക്കാൻ പറഞ്ഞു, ഒരു വിധത്തിലും അത് അംഗീകരിക്കാൻ പറ്റില്ല. ഇത് പറയുന്ന സമയത്ത് പിതാക്കന്മാർക്ക് അറിയാമായിരുന്നു, സത്യത്തിൽ ഇതിനെതിരായി നിലകൊണ്ടാൽ സഭ വീണ്ടും ഛിന്ന ഭിന്നമാകാൻ സാധ്യതയുണ്ട് എന്ന് കത്തോലിക്ക തിരുസഭയിലെ അഭിമന്യ പിതാക്കന്മാർക്ക് അറിയാമായിരുന്നു. മാത്രവുമല്ല, ഏറ്റവും കൂടുതൽ ബലമുള്ള ആളാണ് ഹെൻറി 8 രാജാവ് എന്ന് പറയുന്നുള്ള ഇംഗ്ലണ്ടിലെ രാജാവ്. ഒരു ദേശത്തിൻ്റെ മുഴുവൻ രാജാവാണ്, ഒപ്പം ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ നേതാവും. അപ്പോൾ ഇദ്ദേഹവുമായി ഒരു ഫൈറ്റിന് പോയാൽ വലിയ ബുദ്ധിമുട്ടാണ്. പലരും മാർപ്പാപ്പ ഉപദേശിച്ചു, നമുക്ക് ചില കോംപ്രമൈസുകൾക്ക് തയ്യാറാകാം. പക്ഷെ സഭ പറഞ്ഞു, ഇല്ല, സ്വന്തം ഭാര്യ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഡിവോഴ്സ് നടത്തിക്കൊണ്ട് മറ്റൊരു ആളെ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് വചനം അംഗീകരിക്കുന്ന കാര്യമല്ല, അത് സാധ്യമല്ല, അത് ചെയ്യാനായിട്ട് പറ്റില്ല. സഹോദരങ്ങളെ, ഇത് പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉപദേശകനായ തോമസ് ക്രോവൽ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം പറഞ്ഞു, അന്ന് അവിടുത്തെ ചാൻസലർ കൂടിയാണ്, അദ്ദേഹം പറഞ്ഞു, ഇതാ ഇങ്ങനെ തിരുസഭയിലെ അധികാരികൾ എതിരാണെങ്കിൽ, പോപ്പ് എതിരാണെങ്കിൽ നമുക്കൊരു പ്രഖ്യാപനം നടത്താം. പ്രഖ്യാപനം ഇതാണ്, ഞങ്ങൾ വേറൊരു സഭയായി മാറുന്നു. ഇങ്ങനെ വേറൊരു സഭയായി മാറിയ ഒരു സഭാ കൂട്ടായ്മയാണ് ആംഗ്ലിക്കൻ സഭ എന്ന് പറയുന്നത്. ഓർത്തഡോക്സ് സഭയും കത്തോലിക്ക തിരുസഭയും കഴിഞ്ഞാൽ ഒരു പക്ഷേ ഏറ്റവും അധികം പ്രൊട്ടസ്റ്റന്റ് സമൂഹങ്ങളിൽ ബലവും ശക്തിയും കത്തോലിക്ക സഭയുടേത് പോലുള്ള ഒരു സ്ട്രക്ചറുമുള്ള ഒരു സഭയാണ് ആംഗ്ലിക്കൻ സഭ. ഈ ആംഗ്ലിക്കൻ സഭയിൽ നിന്നാണ് CSI, CNI തുടങ്ങിയിട്ടുള്ള സഭകളും മാർത്തോമാ സഭകളും തുടങ്ങി ഒട്ടേറെ സഭകൾ രൂപം കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഈ സഭ വീണ്ടും ഛിന്ന ഭിന്നമായപ്പോൾ പുരോഹിതർ പലരും ഗേ മാരേജുമായി ബന്ധപ്പെട്ട് ഓക്കെ പറയുന്നവരായി മാറി. പലരും അത്തരം വിവാഹങ്ങളെ ആശീർവദിക്കാൻ തുടങ്ങി. ഗേ സെക്സ് ജീവിക്കുന്നവർ പുരോഹിതരായി, മെത്രാന്മാരായി, സ്ത്രീകളായിട്ടുള്ളവർ പുരോഹിതകളായി, അവർ മെത്രാൻ സ്ഥാനം അലങ്കരിക്കുന്നവരായി, ഇങ്ങനെ തുടങ്ങി ഒരുപാട് സഭ ഛിന്ന ഭിന്നമാകാൻ തുടങ്ങി. എപ്പോഴും നമ്മൾ ഓർക്കണം, ഈ മോശപ്പെട്ട മൂവ്മെൻറ്റുകൾ സഭയുടെ ഒരു സംവിധാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും കത്തോലിക്ക സഭ കോംപ്രമൈസുകളില്ലാതെ യേശുവിൻ്റെ വചനത്തിന് മുമ്പിൽ എന്നും നിലകൊണ്ടുകൊണ്ട് ഇത് കർത്താവിൻ്റെ 2ാമത്തെ ആഗമനം വരെ ഒരാളോ 2 ആളോ മാത്രമേ ശേഷിക്കുന്നുള്ളൂവെങ്കിലും സഭ മുന്നോട്ട് പോകണമെന്ന് പരിശുദ്ധ പിതാക്കന്മാർ ആഗ്രഹിച്ചു. വലതുകൈ ഉയർത്തുന്നു പറഞ്ഞേൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഇതിന് സഭയ്ക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു. നിങ്ങൾക്കറിയുമോ, ഒരു പക്ഷേ ലോകത്തിലെ ഏതൊരു സംവിധാനങ്ങളെയും ചലഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി
തിരുസഭയ്ക്ക് ഉണ്ടാകുമായിരുന്നു. ഞാൻ പറഞ്ഞത് ആയുധബലമായും കായിക ബലമായും ഉണ്ടാകുമായിരുന്നു. ഒരുപക്ഷെ ആംഗ്ലിക്കൻ സഭയും കത്തോലിക്ക സഭയും ഒന്നു ചേർന്ന് മൂവ് ചെയ്തിരുന്നെങ്കിൽ. പക്ഷേ സഭ അന്ന് നിലകൊണ്ടത് ഇങ്ങനെയാണ്. ആത്മീയ പിതാക്കന്മാർ മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ പറഞ്ഞു, കോംപ്രമൈസുകൾക്ക് തയ്യാറായിക്കൊണ്ട് അനാവശ്യമായ കൂട്ടായ്മകൾക്ക് നമ്മൾ തയ്യാറല്ല. അത്തരം ഡിവോഴ്സുകളെ അംഗീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പരിണിത ഫലം എന്തായിരുന്നു? പരിണിത ഫലം കത്തോലിക്ക സഭയ്ക്കെതിരെ UK ഉടനീളം, ഇംഗ്ലണ്ടിലും മറ്റ് പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെ പല ദേശങ്ങളിലുമായി കത്തോലിക്ക പുരോഹിതരെ 100 കണക്കിന് കൊന്നൊടുക്കാൻ തുടങ്ങി. ഉദാഹരണമായി പറഞ്ഞാൽ ഇംഗ്ലണ്ടിൽ മാത്രം ഒരു ദേശത്ത് പ്രിൻസ്റ്റൺ, അവിടെ വൈദികർ ഒരുപാട് പോയി ഒളിച്ച് താമസിക്കാനായിട്ട് തുടങ്ങി. ഒളിച്ച് താമസിക്കുന്ന സമയത്ത് ഒരു വീട്ടുകാരിയായ ഒരു പെങ്കൊച്ച്, അവളുടെ പേര് എലിസബത്ത് ബർട്ടൺ എന്നാണ്. അവൾക്ക് 20 വയസ്സേ ഉള്ളൂ. അവൾക്ക് നല്ല ദർശനവരവും പ്രൊഫസിയുടെ ഗിഫ്റ്റുമുള്ള ആളാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പല കാര്യങ്ങൾ അവൾ പറയും. ഇതുകൊണ്ട് തന്നെ ഹെൻറി 8 രാജാവ് പറഞ്ഞു, നീ എൻ്റെ അടുത്ത് വരിക, എൻ്റെയും ചില കാര്യങ്ങൾ പറയുക, എനിക്കും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം പോയി അവൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹെൻറി 8 രാജാവ് പറഞ്ഞു, നീ കത്തോലിക്ക സഭയ്ക്കെതിരെ തിരിഞ്ഞുകൊണ്ടുള്ള പ്രൊഫസികൾ നടത്തണം. എലിസബത്ത് ബട്ടൺ പറഞ്ഞു, ഞാൻ അത് ചെയ്യില്ല എന്ന് മാത്രമല്ല, താങ്കൾ ചെയ്യുന്നതാണ് അപരാധം. സഹോദരങ്ങളെ, എലിസബത്ത് ബർട്ടൺ എന്ന് പറയുന്ന പെങ്കൊച്ചിന് കിട്ടിയ സമ്മാനം എന്തെന്ന് വെച്ചാൽ, അവളുടെ വീട്ടിൽ, അവൾ വേലക്കാരിയായി നിന്ന വീട്ടിൽ രഹസ്യമായി താമസിപ്പിച്ചിരുന്ന 6 ക്രിസ്തീയ പുരോഹിതരെയും 4 സന്യാസിനിമാരെയും ലണ്ടൻ ടവറിനടുത്തുള്ള ജയിലിൽ 15 മാസം താമസിപ്പിക്കുകയും അതിനുശേഷം എല്ലാവരും കാണുക ചിരച്ഛേദനം നടത്തി കൊന്നുകളയുകയും ചെയ്തു. സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം, ഇതുപോലെ രക്തച്ചൊരിച്ചിൽ പോലും കൊടുത്ത്, ജീവൻ പോലും കൊടുത്തുമാണ് പരിശുദ്ധമായ കത്തോലിക്ക തിരുസഭ ഇന്നും കർത്താവിൻ്റെ സഭയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഉയർത്തത് പറഞ്ഞേന് ഹല്ലേലൂയ, ഹല്ലേലൂയ. അനാവശ്യമായ കോംപ്രമൈസുകൾക്ക് തയ്യാറാകാൻ സഭയുടെ സംവിധാനങ്ങളിൽ ഒരുപാട് പേർ പല വിധത്തിലും പറയുന്നുണ്ട്. ഒരുപക്ഷെ ഏറ്റവും അടുത്ത ആലോചന വരുന്നത് ഗേ മാരേജുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങളിൽ ചിലരെങ്കിലും ഇതുമായി വലിയ വായനകളില്ലാത്തവരുണ്ടെങ്കിൽ അതിനുവേണ്ടി ഇതിൻ്റെ ഒരു പ്രിലിമിനറി പാഠം ഞാൻ നിങ്ങളോട് പറയാം. തുടർന്ന് ബാക്കിയുള്ള ഭാഗവും. ആണും പെണ്ണും കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് ഇന്ന് പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളിലും പ്രബലമായിരിക്കുന്ന ഒരു സംവിധാനമാണ്. കത്തോലിക്ക സഭ ഏറ്റവും അധികം ശക്തമായിരിക്കുന്ന രാജ്യങ്ങളിലാണ് ഒരു പരിധിവരെ, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി ഏറ്റവും അധികം ശക്തമായിരിക്കുന്ന രാജ്യങ്ങളിലാണ് വലിയൊരു പരിധിവരെ ഗേ മാരേജുകൾ, ഗേ മൂവ്മെൻറ്റുകൾ ഏറെ ശക്തമായിട്ടുള്ളത്. ഞാൻ ആദ്യം ഏതാണ്ട് ഒരു 5 വർഷം മുമ്പെങ്കിലും കരുതിയത്, നമുക്കറിയാം ഏതാനും നമുക്കൊരു കണക്കുകൂട്ടൽ ഇതാണ്, ഈ പ്രശ്നങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അത് മലയാളികളുടെ ഇടയിൽ ആരംഭിക്കാൻ കുറച്ച് കാലം എടുക്കുമെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ പിന്നീട് മനസ്സിലായി, പ്രധാനപ്പെട്ട അമേരിക്ക തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ ഇന്ന് നല്ല കത്തോലിക്കര്, നല്ല ക്രിസ്ത്യാനികൾ, ഈ അടുത്തയുടെ ഒരു കത്തോലിക്കനും ഒരു ഓർത്തഡോക്സ് പയ്യനും കൂടി, അവർ 2 പേരും കൂടി വിവാഹം കഴിച്ചു. ഒരു സ്ഥലത്ത് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടത്തി എൻ്റെ അടുത്ത് വന്നു. ചേട്ടത്തി വന്നത് എന്ന് പറഞ്ഞാൽ അവർ വളരെ പ്രൗഢിയുള്ള ഒരു സഹോദരിയാണ്, കണ്ടാൽ തന്നെ അറിയാം. അവർ 45 വർഷം മുമ്പ് അമേരിക്കയിൽ കുടിയേറിയിരിക്കുന്ന ആളാണ്. അപ്പം ഞാൻ ജനിച്ചിട്ട് പോലും ഇല്ല. ഞാൻ പറഞ്ഞു, സഹോദരി വലിയ ആളാണ്, എനിക്ക് നിങ്ങളോട് പറയാനൊന്നുമില്ല, ഞാൻ ഈ രാജ്യത്ത് വന്നു തുടങ്ങിയിട്ട് 10 വർഷമേ ആകുന്നുള്ളൂ. അവർ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ബാക്കി എല്ലാ കാര്യം കൊള്ളാം, നിങ്ങളുടെ ശുശ്രൂഷ കുറേയും കൂടി ബെറ്ററാണ്. അവരാദ്യം ഒരു ഇവാലുവേഷൻ പറഞ്ഞു. കാരണം നിങ്ങൾ കുറച്ചുകൂടി റീസണബിൾ ആയിട്ടാണ് നിങ്ങൾ കാര്യങ്ങൾ പറയുന്നത്. ഈ റീസണബിൾ ആണെന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം എന്നോട് പറഞ്ഞു, പക്ഷെ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞത് വലിയ കഷ്ടമാണ്. അതെന്താണ്? അവർ പറഞ്ഞു, ഈ ആണുമാണ് കല്യാണം കഴിക്കുന്നതിനെതിരെ പറഞ്ഞത് വലിയ കഷ്ടമാണ്. കാരണം നിയമവ്യവസ്ഥ അംഗീകരിക്കുന്നതാണ്. സഹോദരങ്ങൾ, ഇത് അറിഞ്ഞുകൊണ്ടാണ് പൗലോസ് കൊരിന്തോസുകാർക്ക് എഴുതിയത്, എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പണിതുയർത്തുന്നില്ല. വളരെ ഉയർത്തുന്നു പറഞ്ഞേന് ഹല്ലേലൂയ, ഹല്ലേലൂയ.
ലോകത്തിലെ 99% ആളുകളോ 100 പേരിൽ അധിക ഭാഗം ആളുകളോ തെറ്റിനെ ശരിയാക്കി പറഞ്ഞാലും അത് ശരിയാണെന്ന് അംഗീകരിക്കാൻ വചനം അംഗീകരിക്കുന്നില്ലെങ്കിൽ സഭയ്ക്ക് അതിന് കൂട്ടുനിൽക്കാൻ സാധ്യമല്ല. അങ്ങനെ നിന്നു പോയാൽ പിന്നെ ഈ സഭയുടെ സംവിധാനത്തിന് എന്ത് ഫലമാണുള്ളത്? അങ്ങനെ നിന്നുപോയാൽ യേശുക്രിസ്തു ഇതാ അപാത ചൂടം മുറിവേറ്റുകൊണ്ട് കുരിശിൽ മരിച്ചതിൻ്റെ അർത്ഥം എന്തായിരിക്കും? അങ്ങനെ ചെയ്തു പോയാൽ മിഷണറിമാർ തല അറക്കപ്പെടാൻ കൊടുത്തതിൻ്റെ അർത്ഥം എന്തായിരിക്കും? അങ്ങനെ ചെയ്തു പോയാൽ ഇന്നോളം മിഷണറിമാരും പാവപ്പെട്ട കുഞ്ഞുങ്ങളും അവരുടെ ജീവിതം രക്തവും വിലയായിട്ട് കൊടുത്തതിൻ്റെ അർത്ഥം എന്തായി പോകും? അതുകൊണ്ട് കോംപ്രമൈസുകൾക്ക് വിധേയമാകാത്ത ഒരു സഭ, അതേസമയം എല്ലാ സമൂഹങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടൊരു ആത്മീയ മുന്നേറ്റം ഈ കാലയളവിൽ ഉണ്ടാകുവാൻ ദൈവമക്കളായ നമ്മളെല്ലാവരും ഒന്ന് ചേർന്ന് കർത്താവിന് മുമ്പ് പ്രാർത്ഥിക്കണം. കരമുയർത്തി പറഞ്ഞേന് ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ആ സഹോദരി എന്നോട് പറഞ്ഞു, ഇതാ ഇങ്ങനെ പറഞ്ഞത് ശരിയായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ക്ഷമിക്കണം, നിങ്ങളെപ്പോലുള്ള അവരൊരു മെഡിക്കൽ ഡോക്ടറാണ്, നിങ്ങളെപ്പോലുള്ള വിദ്യാഭ്യാസം ഞങ്ങൾക്കില്ല, അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കാരണം ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് എങ്ങനെയാണ്? എൻ്റെ ഒരു 2 ആൺമക്കളുണ്ട്, അവർ നന്നായിട്ട് പോകുന്നു, നന്നായിട്ട് പള്ളിയിലും പോകുന്നു. പള്ളിക്ക് ഏറ്റവും കൂടുതൽ സംഭാവന കൊടുക്കുന്നത് അവരാണ്. ഇംഗ്ലീഷ് പള്ളിക്ക് സംഭാവനകളെല്ലാം നൽകി നന്നായിട്ട് പോകുന്നു. അച്ഛന്മാർക്ക് വളരെ ഇഷ്ടമാണ്. കുറച്ച് നാൾ കഴിഞ്ഞ് അവൻ്റെ MD പഠനവും കഴിഞ്ഞപ്പോൾ, അവനും മെഡിക്കൽ ഡോക്ടർ, അവൻ്റെ പഠനവും കഴിഞ്ഞപ്പോൾ അവനൊരു തോന്നൽ, അവൻ്റെ കൂട്ടത്തിലുള്ള മറ്റൊരു ഡോക്ടറുണ്ട്, അവന് വിവാഹം കഴിക്കണം. ഇതിലെന്താ തെറ്റുള്ളത്? എന്താ പ്രശ്നമുള്ളത്? അതുകൊണ്ട് അവർ 2 പേരും സുഖകരമായി ഇന്നൊരു ഫ്ലാറ്റിൽ താമസിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം, വളരെ പഠിക്കുകയും വളരെ അറിവുണ്ടാവുകയും ഇത്തരം കാര്യങ്ങളെയൊക്കെയും ചിന്തിക്കാനും ആലോചിക്കാനും കഴിവുള്ള മനുഷ്യർ തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് ഇഷ്ടം പോലെ പോവുകയാണ്, ആവർത്തിച്ച് പോവുകയാണ്. നിങ്ങൾക്കറിയാവോ, ലോകത്തിലെ ഓരോ രാജ്യത്തെയും പിശാച് സത്യത്തിൽ ടാർഗറ്റ് ചെയ്താണ് കീഴടക്കുന്നത്. ഇന്ത്യയിൽ ഒരു പക്ഷേ ഈ പ്രശ്നം വരുന്നതിന് മുമ്പേ പ്രധാനപ്പെട്ട ക്രിസ്തീയ രാജ്യങ്ങളിൽ ഇത് വരാനുള്ള കാരണം എന്താണ്? ഏറ്റവും അവസാനം വന്നിരിക്കുന്ന ഇറ്റലിയിലാണ്. മാർപ്പാപ്പയുടെ മൂക്കിൻ്റെ താഴെയുള്ള രാജ്യമാണ്. അവിടെ ഒരു 10 മാസങ്ങൾക്ക് മുമ്പ് പാർലമെന്റിൽ ഇലക്ഷൻ നടത്തി, നമുക്കും ആണും പെണ്ണും തമ്മിലുള്ള കല്യാണം വേണമോ? അവർ നിയമവ്യവസ്ഥയിലൂടെ പാസ്സാക്കി. 319 പേരിൽ 289 ആളുകൾ വോട്ട് ചെയ്തു, നമുക്കിതിവിടെ അംഗീകരിക്കണമെന്ന് പറഞ്ഞ്. മാർപ്പാപ്പയുടെ സ്വന്തം നാടാണ്, എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പ്രബോധനം. ഇത്തരം കാര്യങ്ങൾ ലോകത്തിൽ സോദോം ഗൊമോറ ആവർത്തിക്കുമെന്നും ആവർത്തിച്ചിട്ട് പറഞ്ഞിട്ടും എന്ത് ആവർത്തിക്കുന്നു? ഇതിൻ്റെ കാരണം പിശാചിനറിയാം, ക്രിസ്തീയ ലോകത്തെ, ക്രൈസ്തവ ലോകത്തെ ടാർഗറ്റ് ചെയ്ത് നശിപ്പിച്ചാൽ അവൻ്റെ അരാജകത്വം ഏറെ പ്രബലമാക്കാമെന്ന്. ഇവിടെ വിശ്വാസികളായ നമ്മൾ സഭാവിഭാഗങ്ങളുടെ വ്യത്യാസമില്ലാതെ നവീനമായൊരു പന്തക്കുസ്തയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ മതിയാകൂ. കരമുയർത്തി പറഞ്ഞേൻ ഹല്ലേലൂയ. സഹോദരങ്ങളെ, ആംഗ്ലിക്കൻ സഭ വിഭജിക്കപ്പെടുന്ന സമയത്ത് ആ ദേശത്തുള്ള മഞ്ഞിൻ്റെ നിറമുള്ള മനുഷ്യൻ, നൈർമല്യമുള്ള മനുഷ്യൻ എന്നറിയപ്പെടുന്ന മനുഷ്യനായിരുന്നു സർ തോമസ് മൂർ. വിശുദ്ധാത്മാവാണ്, വിശുദ്ധനാണ്, ഒപ്പം ഒരു തത്വചിന്തകനും കൂടിയാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ക്രിസ്തീയ വിശ്വാസം, കത്തോലിക്ക വിശ്വാസത്തോടു കൂടി നിൽക്കാൻ പറ്റൂ. ഇത്തരത്തിലുള്ള മോശപ്പെട്ട നിയമവ്യവസ്ഥയിൽ എനിക്ക് കൂട്ടു നിൽക്കാനായിട്ട് പറ്റില്ല. സഹോദരങ്ങളെ, അവരെന്ത് ചെയ്തു? പല പ്രാവശ്യം വാണി കൊടുത്തു. അവസാനം അദ്ദേഹത്തെയും കഴുത്തറുത്ത് കൊന്നു. നമ്മളിന്ന് കാണുന്നത്, എവിടെ ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട പല ഭാഗങ്ങളിൽ നോക്കുമ്പോഴും ഈ സഭാ സമൂഹങ്ങൾ ഏറെ ചിതറിപ്പോകുന്നു. ഒരു പ്രത്യേകമായ സംവിധാനം അവർക്കില്ല. അവർ തന്നെയാണ് എല്ലാത്തിനും വ്യാഖ്യാനം ഉണ്ടാക്കുന്നത്. ബൈബിള് വെച്ചുകൊണ്ട് തന്നെയാണ് സുവർഗരതി അംഗീകരിച്ചിരിക്കുന്നത്. ബൈബിള് വെച്ച് തന്നെയാണ് സുവർഗരതിക്കാർ അവരുടെ വിവാഹ വാഗ്ദാനം നടത്തുന്നത്. ബൈബിള് വെച്ച് തന്നെയാണ് അവർ കുഞ്ഞുങ്ങളെ ദത്തെടുക്കുന്നത്. ബൈബിള് വെച്ച് തന്നെയാണ് ഇതിനു വേണ്ടിയുള്ള നിയമവ്യവസ്ഥകൾ പാസ്സാക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം, കർത്താവിൻ്റെ മക്കളെ
പിശാചിൻ്റെ ആത്മാക്കൾ, പിശാചിൻ്റെ ആലോചനാ സംഘം ഇതുപോലെ കീഴടക്കുമ്പോൾ വിശ്വാസികളായി നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ തിരുസഭയോട് ചേർന്ന് നിലവിളിക്കേണ്ടതായിട്ടുണ്ട്. വലതുയർച്ചെന്ന് പറഞ്ഞേന് ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത് ഫാത്തിമ ദർശനം. ഫാത്തിമ ദർശനത്തിൽ പരിശുദ്ധാത്മാവായ ദൈവം അമ്മ മറിയത്തിലൂടെ ഒരു പുതിയ വെളിപ്പെടുത്തലല്ല നൽകുന്നത്, മറിച്ച് നൽകിയ രണ്ട് പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകൾ. ഒന്നാമത്തെ വെളിപ്പെടുത്തൽ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ സാത്താൻ്റെ ഏറ്റവും അവസാനമായ യുദ്ധം കുടുംബത്തിനെതിരായിരിക്കും. സാത്താൻ്റെ ഏറ്റവും അവസാനമായ യുദ്ധം കുടുംബത്തിനെതിരായിരിക്കും. ഇന്ന് ഏറ്റവും അധികം യുദ്ധങ്ങൾ നടക്കുന്നത് ഫാമിലി സ്ട്രക്ചർ, കുടുംബത്തിൻ്റെ ഭദ്രത നശിപ്പിക്കുക എന്നുള്ളതാണ്. ഇതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ അതിലധികം പ്രാവശ്യമോ ഡിവോഴ്സ് നടത്തുന്നതിന്, വിവാഹമോചനം നേടുന്നത് ഇന്ന് ആളുകൾക്ക് ഒരു പാപം പോലുമായിട്ട് പലർക്കും തോന്നാറില്ല, ഒരു കുറവ് പോലുമായിട്ട് തോന്നാറില്ല. അല്ലെങ്കിൽ ഇത്തരം വിവാഹങ്ങൾക്ക്, അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത് ഒരു പാപമായിട്ട് പോലുമല്ല പല സഭാ വിഭാഗങ്ങളുടെയും ലിസ്റ്റുകളിൽ പോലും എണ്ണപ്പെട്ടിരിക്കുന്നത്. ഞാനിത് പറഞ്ഞത് സാത്താൻ്റെ ശക്തികൾ പ്രബലമാകുവാൻ അവൻ ഉപയോഗിക്കുന്ന ആയുധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇതാ കുടുംബങ്ങളെ ശിഥിലമാക്കാനായിട്ട് അവസരമുണ്ടാക്കുക, കുടുംബങ്ങളിലെ മൂല്യങ്ങൾ നശിപ്പിക്കുക. അപ്പനും അമ്മയും ഇതിൽ വലുപ്പ ചെറുപ്പങ്ങളില്ല, എല്ലാവരും തുല്യരാണ്.